പ്രോട്ടീൻ റിച്ച് ഡയറ്റ്. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. പ്രോട്ടീൻസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്ക് എപ്പോഴും പറയാനുള്ളത് മുട്ടയെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ കാടമുട്ടയാണോ കോഴിമുട്ടയാണോ അല്ലെങ്കിൽ താറാവ് മുട്ടയാണോ എന്നുള്ളതല്ല വിഷയം. ആനമുട്ട എന്നൊക്കെ പറയാറുണ്ട്. നോ, നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് അവർ ഗുഡ് ഓൾഡ് ചിക്കൻ എഗ്, അതായത് കോഴിമുട്ട. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ കോഴിമുട്ടയാണ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്ന് നമ്മൾ പറയുന്നത്. ദിസ് ഇസ് ട്രൂ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഒരു ശരാശരി കോഴിമുട്ട എന്ന് പറയുമ്പോൾ 50 ഗ്രാമാണ് വരുന്നത്. ഈ 50 ഗ്രാം ഉള്ള ഒരു കോഴിമുട്ട പുഴുങ്ങി കഴിക്കുമ്പോൾ, ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ മുട്ട കഴിക്കുമ്പോൾ പുഴുങ്ങി കഴിക്കണം എന്നാണ്, ഹാർഡ് ബോയിൽ ചെയ്ത് കഴിക്കണം എന്നാണ്. അപ്പോൾ ആ ഒരു ഹാർഡ് ബോയിൽഡ് എഗ്ഗിൽ 50 ഗ്രാംസ് ആണ് കേട്ടോ എൻ്റെ സൈസ്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര പ്രോട്ടീൻസ് ഉണ്ടാവും? അതിൽ ഏതാണ്ട് 6 to 7 ഗ്രാംസ്, 6 മുതൽ 7 ഗ്രാം പ്രോട്ടീനാണ് അതിലുള്ളത് 50 ഗ്രാമിൽ. അപ്പോൾ നിങ്ങൾ 2 മുട്ടയാണ് യൂഷ്വലി എല്ലാവരും കഴിക്കുന്നത് ഒരു ദിവസം. ഓഫ് കോഴ്സ് ചില ബോഡി ബിൽഡേഴ്സും ഗുസ്തിക്കാരും പിന്നെ മാരത്തോൺ റണ്ണേഴ്സ് അവരൊക്കെ അതിലും കൂടുതൽ കഴിക്കുമായിരിക്കും. പക്ഷെ സാധാരണ മനുഷ്യർ 2 മുട്ടയിൽ കൂടുതൽ കഴിക്കാറില്ല ഒരു ദിവസം. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുട്ടകളിൽ നിന്ന് കിട്ടുന്ന ഈ 2 മുട്ടകളിൽ നിന്ന് കിട്ടുന്നത് ഏതാണ്ട് 12 മുതൽ 13 ഗ്രാം വരെ പ്രോട്ടീൻ ആയിരിക്കും. ഇനി ഒരു ദിവസം ഒരു ശരാശരി മനുഷ്യന് എത്ര പ്രോട്ടീൻ വേണം? ഒരു ശരാശരി മനുഷ്യന് മിനിമം 30 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം ഇൻടേക്ക് ഉണ്ടാവണം. അപ്പോൾ ഈ 2 മുട്ടയിൽ നിന്ന് പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഫാക്ട്. ഒരു ശരാശരി മനുഷ്യന് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ 2 മുട്ടകളിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ മുട്ട കഴിക്കാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് എവിടെ നിന്നാണ് പ്രോട്ടീൻ കിട്ടാൻ പോകുന്നത്? ബിക്കോസ് പ്രോട്ടീൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും ആനിമൽ പ്രോട്ടീൻ ആണ് ഏറ്റവും നല്ലത്, അതാണ് കൂടുതൽ സുപ്പീരിയർ എന്നൊക്കെ നമ്മളെപ്പോഴും പറയും അല്ലേ? ഇസ് ഇറ്റ് സോ? റോങ്. തിങ്ക് അഗെയിൻ. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി പറയാൻ പോകുന്നത് ഇതിനേക്കാൾ രസകരമായിട്ടുള്ള ചില വസ്തുതകൾ, അവിശ്വസനീയമായിട്ട് തോന്നിയേക്കാം, ബട്ട് ഫാക്ച്വൽ. അതായത് 100 ഗ്രാം മുട്ടയിൽ അടങ്ങിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സാധാരണ ഭക്ഷണ പദാർത്ഥം. സാധാരണ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിശയിച്ചു പോകും. ഇത് ഇത്ര വലിയ സംഭവമാണോ എന്ന് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലം മുതലേ കഴിച്ച് ശീലിച്ചൊരു ഭക്ഷണ പദാർത്ഥമാണ്. ഏതാണ് സാധനം എന്നറിയാവോ? ചെറുപയർ. 100 ഗ്രാം ചെറുപയറിൽ ഏതാണ്ട് 30 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. 100 ഗ്രാം മുട്ടയിൽ എത്രയുണ്ട്? ഏതാണ്ട് 13 മുതൽ 14 ഗ്രാം മാക്സിമം. അപ്പോൾ മുട്ടയിൽ അടങ്ങിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ ഉള്ള സാധനമാണ് നമ്മുടെ സാധാരണ നമ്മൾ കഴിക്കുന്ന ഈ ചെറുപയറും ചെറുപയർ പരിപ്പും. അപ്പോൾ ചെറുപയർ എന്ന് പറഞ്ഞാൽ ഏതാ? മുളപ്പിച്ചതാണോ ഉദ്ദേശിക്കുന്നത്? നോ, ചെറുപയറായിട്ട് തന്നെ, അതായത് മെച്യൂർ മൂപ്പെത്തിയ ചെറുപയറിന്റെ കാര്യമാണ് അത് പറയുന്നത്. കാരണം ഇത് മുളപ്പിച്ചതിന് ശേഷം അതിൽ വേറെ പല പദാർത്ഥങ്ങൾ, പോഷകാഹാരങ്ങൾ കൂടുന്നുണ്ടെങ്കിലും ഈ പ്രോട്ടീൻ്റെ അളവ് കുറയുന്നുണ്ട്. ബിക്കോസ് വളർന്നു വരുന്ന ആ ചെടിക്ക് ആവശ്യമായ രീതിയിലേക്ക് ഈ പ്രോട്ടീൻ വിനിയോഗിക്കപ്പെടും. അപ്പോൾ ആ ചെറുപയറിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ്റെ അളവ് കുറയുന്നുണ്ട്. അപ്പോൾ മുളപ്പിച്ച് കഴിക്കുമ്പോൾ പ്രോട്ടീൻ കൂടുന്നില്ല. നിങ്ങൾ ഇതുവരെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മാറ്റി ചിന്തിക്കണം. പോയിന്റ്. ഇനിയിപ്പം എങ്ങനെയാണ് ചെറുപയർ കഴിക്കേണ്ടതെന്ന് പലരും ചോദിക്കും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി യൂസ് ഇറ്റ്. ഇവിടെയും പ്രോട്ടീൻസ് എല്ലാവർക്കും ഈ അളവിൽ കഴിക്കാൻ പാടില്ല. അപ്പോൾ വളരെ പ്രോട്ടീൻ റിച്ച് ആണെന്നുള്ള മനസ്സിലായി, ശരിയല്ലേ? ഇനിയിപ്പോൾ എല്ലാവരും ഈ പ്രോട്ടീൻ കഴിച്ചാൽ ഉണ്ടാവാം. പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ ആയിട്ടുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ ഇതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചെറുപയർ പോലത്തെ സാധനങ്ങൾ വളരെ പരിമിതമായി അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇനിയിപ്പം മുട്ട എങ്ങനെ കഴിക്കണം? ഈ പുഴുങ്ങി തന്നെ കഴിക്കണം? പലരും ചോദിക്കാറുണ്ട് മുട്ട പച്ചയ്ക്ക് കഴിക്കാൻ. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പച്ചയ്ക്ക് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് മുട്ട. നെവർ ഹാവ് ഇറ്റ് റോ. മുട്ട കഴിക്കാൻ ഏറ്റവും നല്ലത് ഹാർഡ് ബോയിൽഡ് ആയിട്ടാണ്.
പിന്നെ മുട്ടയുടെ പ്രോട്ടീൻസിന്റെ ഘടനയും വ്യത്യാസമുണ്ട് കേട്ടോ. ആനിമൽ പ്രോട്ടീൻസിൽ കുറെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കൂടുതലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് സ്വയം ഉണ്ടാക്കാൻ പറ്റാത്തത്, സ്വയം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അമിനോ ആസിഡ്സും അതിൻ്റെ ഇൻട്രാക്ഷൻസ്, ആ അമിനോ ആസിഡ്സ് തമ്മിലുള്ള ആ പ്രൊപ്പോർഷൻസ് ഒക്കെ മുട്ടയിൽ സുപ്പീരിയർ ആണ്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പ്രോട്ടീൻ കണ്ടന്റ് ഈ പറയുന്ന ചെറുപയറിൽ കൂടുതലുണ്ടെങ്കിൽ പോലും അമിനോ ആസിഡ്സിൻ്റെ പ്രൊപ്പോർഷൻസും ആ അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരം, അതൊരു പ്രോട്ടീൻസ് അസിമിലേഷൻ ആണ്, ബയോ അവൈലബിലിറ്റി എന്ന് പറയും. പ്രോട്ടീൻസ് കഴിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ ശരീരത്തിൽ അതിനെ ആഗിരണം ചെയ്യാനും വിനിയോഗിക്കാനും സാധിക്കണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മുട്ടയ്ക്ക് ഒരു എഡ്ജ് ഉണ്ടെന്ന് പറയാണ്ട് വയ്യ. അപ്പോൾ ഹൗ ഡു യു, ഇപ്പൊ ഇയാൾ എന്താ ഈ പറയണേ, എല്ലാം പരസ്പര വിരുദ്ധമായിട്ടാണോ പറയണത്? നോ, റോങ്. ദോ ഫോർ 100 grams of eggs and 100 grams of ചെറുപയർ, അതായത് മൂഗ്ദ, നമ്മുടെ ഭാഷയിൽ മൂഗെന്നാണ് ഇന്ന് പറയുന്നത്, ഈ മൂഗില് അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസിന്റെ അളവ് കൂടുതലാണ് എന്ന് പറയുമ്പോഴും അമിനോ ആസിഡ്സിന്റെ പ്രൊപ്പോർഷൻസും അതിൽ തന്നെ അമിനോ ആസിഡ്സ് എങ്ങനെ നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുന്നു എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ മുട്ടയ്ക്ക് സുപ്പീരിയോറിറ്റി ഉണ്ട്. വേറൊരു പ്രശ്നം അവിടെ ഉണ്ട്, കൊളസ്ട്രോളിൻ്റെ ഇഷ്യൂസ്. അപ്പോൾ കൊളസ്ട്രോള്, മുട്ട കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ കൂടുന്നാണോ പറഞ്ഞു വരുന്നത്? റോങ്. മുട്ട കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോള് ചുമ്മാ അങ്ങനെ കൂടുന്നു എന്നല്ല പറയുന്നത്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ജെനറ്റിക്സ്. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ, മുട്ട ഉൾപ്പെടെ, ചിലരുടെ കൊളസ്ട്രോൾ ലെവൽസിൽ മാറ്റം വരാറുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ചതെങ്കിൽ ദെൻ യു വിൽ ഹാവ് ടു റെസ്ട്രിക്ട് യുവർ ഇൻടേക്ക് ഓഫ് എഗ്സ്. നമ്മളിവിടെ പ്രോട്ടീൻസിൻ്റെ കാര്യം മാത്രമാണല്ലോ പറയുന്നത്, അപ്പോൾ വി വിൽ സ്റ്റിക്ക് ടു ദാറ്റ്. പ്രോട്ടീൻസിൻ്റെ കാര്യത്തിലാണ്, നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് മുട്ട കഴിക്കാണ്ട് തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനം തന്നെയാണ് ചെറുപയർ പരിപ്പും. പിന്നെ അതിനോട് തന്നെ കിടപിടിക്കുന്ന വേറൊരു സാധനമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിലക്കടലയും വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ, ഇപ്പോൾ ചിലർ പറയും പരിപ്പ് കഴിക്കുമ്പോൾ എനിക്ക് പഴുപ്പ് വരും, അല്ലെങ്കിൽ പരിപ്പ് കഴിക്കുമ്പോൾ ഗ്യാസ് വരും. യെസ്, നിങ്ങളുടെ ശരീരപ്രകൃതം അത്തരത്തിലാണെങ്കിൽ യു വിൽ ഹാവ് ടു ചേഞ്ച് ഇറ്റ്, യു വിൽ ഹാവ് ടു മൂവ് ഓവർ. അത് പറയാണ്ട് വയ്യ. പിന്നെ നമ്മുടെ സാധാരണ കടല, ചന എന്ന് പറയില്ലേ, ഉഗ്രൻ സാധനമാണ്. എഗെയിൻ ഇതിൻ്റെയൊക്കെ വേറൊരു ഗുണം എന്താണെന്ന് അറിയാമോ? മുട്ടയിലില്ലാത്തൊരു പ്രത്യേകത ഈ പറഞ്ഞ സാധനങ്ങളിലൊക്കെ ഉണ്ട്, ഈ പയറുകളിൽ ഈ പരിപ്പുകളിലൊക്കെ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് ഫൈബർ. എത്ര മുട്ട കഴിച്ചാലും, എത്ര ഇറച്ചി കഴിച്ചാലും, എത്ര പാലുൽപ്പന്നങ്ങൾ നിങ്ങൾ കഴിച്ചാലും, ഏത് ആനിമൽ പ്രോട്ടീൻ റിച്ച് ഫുഡ് നിങ്ങൾ കഴിച്ചാലും കിട്ടാത്തൊരു സാധനമാണ് ഫൈബർ, വിച്ച് യു വിൽ ഗെറ്റ് ഫ്രം ചെറുപയർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മത്സരമാണ് ഇവ രണ്ടും. അതായത് പ്രോട്ടീൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചെറുപയറിന് കുറച്ച് സുപ്പീരിയോറിറ്റി കിട്ടി. പക്ഷേ അമിനോ ആസിഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിലോ, എല്ലാ തരത്തിലുള്ള അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം അതിൽ മുട്ടയ്ക്ക് ഒരു മുൻകൈ കിട്ടി. അപ്പോഴാണ് നമ്മൾ ഫൈബറിൻ്റെ കാര്യം പറഞ്ഞത്. ഫൈബറിൻ്റെ കാര്യമാണെങ്കിൽ എഗെയിൻ ഈ പറഞ്ഞ ചെറുപയറിന് ഇത് കിട്ടി. അപ്പോൾ വി ക്യാൻ ബാലൻസ് ഇറ്റ് ഔട്ട്. ഇത് ഏതെങ്കിലും ഒന്ന് നല്ലത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചീത്തയാണ്. ഇപ്പോൾ ചിലർ ഇതിൽ ചോദിക്കാറുണ്ട്, ഇത് നല്ലതാണോ? എല്ലാം നല്ലത് തന്നെയാണ്, ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി യൂസ് ഇറ്റ്. ഏതെങ്കിലും ഒന്നിനെ നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്ന് ലേബിൾ കുത്തുന്ന ഒരു രീതി നമ്മൾ മാറണം. വി ഹാവ് ടു യൂസ് ആർ നോളജ്. നമുക്കിതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവ്, നമ്മുടെ ആ വിവേകം നമ്മൾ വെച്ചിട്ട് വേണം തീരുമാനിക്കാൻ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് കഴിക്കാം, പക്ഷെ ബുദ്ധിപൂർവം യുക്തിപൂർവം നമ്മൾ കഴിക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ടേക്ക് ഹോം മെസ്സേജ്. ഇൻ കേസ് യു ഹാവ് നോട്ട് ലൈക്ഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഷെയർഡ്. പിന്നെ നോട്ടിഫിക്കേഷൻ ഐക്കൺ, അതിനെക്കുറിച്ച് പലർക്കും ഒരു ആശയക്കുഴപ്പമുണ്ട്. നോട്ടിഫിക്കേഷൻ ഐക്കൺ എന്ന് പറയുമ്പോൾ ഒരു ബെൽ ഐക്കണാണ്, അത് നിങ്ങൾ പ്രസ് ചെയ്തില്ലെങ്കിൽ അത് പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ടു ദിസ് വണ്ടർഫുൾ പ്ലേസ്. റിങ്സ് കേക്ക്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് പനമ്പള്ളി നഗർ, എറണാകുളത്ത് പുതുതായി തുടങ്ങിയത്. ആൻഡ് ഇതിൻ്റെ ഷെഫ് ബിൻവിൻ ആൻഡ് അഭിമോൾക്കും സല്യൂട്ട്. താങ്ക് യു ലോട്ട് ആൻഡ് ലവ് യു. ബൈ ബൈ.